ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന 2 ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനുവിനെ കാണാൻ വേണ്ടി ജീവൻ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ പയ്യൻ കാണാൻ വേണ്ടി വരുവാണ്. അപ്പൊ അനുവിനോട് മാത്രം തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് അനുവിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. അവർ ആ മാവുംചുട്ടിന്റെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ അനുവിനോട് പറഞ്ഞു, ഞാൻ തന്നോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, താൻ എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മനു, അത് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, എന്താണെങ്കിലും പറഞ്ഞോ എന്ന് ജീവൻ പറയാണ്. പെട്ടെന്നാണ് അനു കൃഷ്ണമംഗലത്തിലെ ടെറസിലേക്ക് നോക്കുമ്പോ ആ ടെറസിൽ വായം പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അലോക്. അനുവിനെ തന്നെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. അനുക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടി ഉമ്മർത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അനു കണ്ടുകൊണ്ട് അലോക് ഇങ്ങനെ മുകളിൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. മീനാക്ഷി മിത്ര നോക്കുമ്പോഴേക്കും അലോകിനെ കാണണം. മിത്ര പറഞ്ഞ നാണം കെട്ടവൻ, അവൻ നിക്കണ നിപ്പ് കണ്ടില്ല, അവന്റെ മുഖത്തേക്ക് ഒരു ഇഷ്ടിക പഠിച്ചെറിഞ്ഞാലോ എടുത്തി എന്ന് പറയുമ്പോഴേക്കും വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നാണം കെട്ടവൻ, അവനെന്തായാലും ഇവിടെ കയറി വരുമെന്നില്ല, പക്ഷേ ഈ ബന്ധം വെറുതെ കളയാൻ വേണ്ടി അവൻ മാക്സിമം ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആണുങ്ങളുടെ കയ്യിലെ ചൂട് അവൻ ഇനി ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ മീനാക്ഷി പറയണ്ട. ശേഷം മീനാക്ഷി മിത്രയും കൂടി അനുവിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ജീവനോട് ചോദിക്കുന്നുണ്ട്, എന്താ സംസാരിച്ചൊക്കെ കഴിഞ്ഞോ? ഞാൻ വെറുതെ സംസാരിച്ചത് മാത്രമേ ഉള്ളൂ, അനു ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറയാണ്. മീനാക്ഷി പറയണ്ട, അത് ഭയങ്കര ചൂടല്ലേ ജീവൻ, അതുകൊണ്ടിട്ടായിരിക്കും, നിങ്ങൾ അകത്ത് കയറിയെന്ന് സംസാരിക്കേ, റൂമിൽ കയറിയെന്ന് സംസാരിക്കുന്നു പറയാണ്. അപ്പൊ ജീവൻ പണ്ടേ ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു, ഇനി മറുപടി പറയേണ്ടത് അനുവാണ്. ഈ അനുക്ക് ഓക്കെ ആണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. ശേഷം നമ്മുടെ ജീവന്റെ അച്ഛനും അമ്മയും ബാലിനോട് പറയണ്ട, ബാല ദേ ഞങ്ങൾക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമായിട്ടോ, പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറയണം, കാരണം അറിയാലോ ജീവന്റെ മുകളിൽ മോളിലുള്ളതൊരു പെണ്ണാണ്, അതിന്റെ കല്യാണം ഇങ്ങനെ അവിടെ UK അപ്പൊ അടുത്ത മാസം ഞാനും എന്റെ ഭാര്യയും കൂടി UK പോകും. ജീവന്റെ വിവാഹത്തിന് ശേഷം പോവാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ അവിടെ പോയി ഇരിക്കാലോ. സാധാരണ അവിടെ പോയി കഴിഞ്ഞാല് 2 ആഴ്ച കൂടുമ്പോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം, പിന്നെ വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ അവിടെ പോണത്. ഇപ്പൊ ഇവന്റെ വിവാഹം കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുനാൾ അവളുടെ കൂടെ പോയി നിൽക്കാലോ, അവക്ക് 2ാമത്തെ പ്രസവം കഴിഞ്ഞിരിക്കുകയാണേ, അതുകൊണ്ടിട്ടാണ്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് 1 മാസത്തിൽ വിവാഹം നടത്താണെങ്കിൽ ഞങ്ങൾക്കും എളുപ്പമായിരുന്നു കാര്യങ്ങൾ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് 1 മാസത്തിൽ വിവാഹം നടത്താം, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞാൽ മതി. പിള്ളേരുടെ തലക്കുറി നേരത്തെ നോക്കിയതാണല്ലോ, ജാതകവും നല്ല പൊരുത്തമാണ്, നിങ്ങൾ എന്ത് പറയുന്നു ബാല? അതിനെ ഞങ്ങൾക്ക് എന്ത് പറയാ, ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്. ജീവന്റെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അപ്പൊ ജീവൻ പറയുന്നുണ്ട്, അങ്കിളെ ഞാൻ അനുവിനോട് ഒരുപാട് കാര്യം സംസാരിച്ചു, എന്റെ മനസ്സിലെ ഇഷ്ടം ഞാൻ അനുവിനോട് പറയുകയും ചെയ്തു. സത്യം പറഞ്ഞ ബ്രോക്കർ അനുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോ തന്നെ അമ്പലത്തിൽ വെച്ച് കണ്ട പെൺകുട്ടിയാണെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി, അപ്പൊ തന്നെ എനിക്ക് ഇഷ്ടമായതാണ്. അപ്പോഴേക്കും ജീവന്റെ അച്ഛൻ പറയുന്നുണ്ട്, സത്യം പറയാലോ ബ്രോക്കർ ആലോചന കൊണ്ട് അനുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോഴേക്കും ഇവൻ ചാടി വീഴുകയായിരുന്നു എന്ന് പറയുമ്പോ, അച്ഛാ എന്നെ നാണം കെടുത്തല്ലേ എന്ന് പറയണം. ബാലൻ ചിരിക്കുന്നുണ്ട്. ശേഷം ബാലൻ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി മോളെ, അനു നിനക്ക് എങ്ങനെയാന്ന് പറയുമ്പോ അനു പതുക്കെ തലയാട്ടുന്നുണ്ട്. എന്റെ മോൾക്കും ഇഷ്ടമായി, ഇനിയിപ്പോ നിങ്ങൾ എന്നാ നോക്കിക്കോ. അല്ല ബാല, വിവാഹ നിശ്ചയത്തിന്റെ കാര്യമുണ്ടോ? ഇപ്പോ സാധാരണ വിവാഹ നിശ്ചയം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല, നമുക്ക് നേരിട്ട് കല്യാണത്തിലേക്ക് പോയാലോ? കല്യാണ പന്തലില് കെട്ട് കഴിഞ്ഞ ശേഷം പന്തലിൽ വെച്ച് വിവാഹം മോതിരം കൈമാറാം, എന്താ? അങ്ങനെയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ? ബാലൻ പറഞ്ഞു, ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ താല്പര്യം, അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. ഇപ്പൊ അറിയാലോ എന്റെ മക്കളുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു, പിന്നെ ഗോമതിര അനിയനായിട്ടുള്ള ധർമ്മന്റെ വിവാഹം കഴിഞ്ഞു, ഇനിയിപ്പോ അനു മാത്രമേ ഉള്ളൂ. അനുവിനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ മനസ്സിനൊരു പേടി, പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പൊ എപ്പോഴാ നമുക്ക് എന്തെങ്കിലും സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അനുവിന്റെ കൂടെ വിവാഹം കഴിയണം മനസ്സിലൊരു ആഗ്രഹം, അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി നല്ലൊരു ആലോചന നോക്കിയത്. അപ്പോ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പൊ പൂർണ്ണ സമ്മതത്തോടെ ഞങ്ങൾ ഈ പലഹാരങ്ങളൊക്കെ കഴിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അനുവിന്റെ പയ്യന് മധുരമൊക്കെ എടുത്ത് കഴിക്കണം. അപ്പൊ അതൊക്കെ മിത്രക്കും മീനാക്ഷിക്കും സന്തോഷമാവും കേട്ടോ. അങ്ങനെ പയ്യനും കൂട്ടരും പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ മീനാക്ഷി മിത്രം മുകളിലേക്ക് നോക്കുന്നുണ്ട്, അലോക് ഉണ്ടോന്ന്. ആ സമയത്ത് അവൻ അവിടെ ഇല്ലട്ടോ. അങ്ങനെ പതുക്കെ നമ്മുടെ ജീവൻ അനുവിനെ നോക്കിയിട്ട് ഫോൺ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ നമ്മുടെ അനു പതുക്കെ തലയാട്ടുന്നുണ്ട്. മീനാക്ഷി മിത്ര ഓഹോ, അപ്പൊ ഫോൺ നമ്പർ വരെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരസ്പരം തലയാട്ടുന്നുണ്ട്. അകത്ത് കയറി കഴിയുമ്പോഴേക്കും ഗോമതി അനുവിനോട് അവര് പോയി കഴിയുമ്പോ അനുവിനോട് ചോദിക്കണം, മോളെ നിനക്ക് അവന് ഇഷ്ടമല്ലോ അല്ലെ? ദേ മാറ്റി പറയരുത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പയ്യന് ഇഷ്ടമായി. മിത്രേ നിനക്ക് ഇഷ്ടമില്ല പയ്യന്? എനിക്ക് 100 വട്ടം ഇഷ്ടമായി. മീനാക്ഷി മോളെ നിനക്കോ? എനിക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല പയ്യനാ എന്ന് പറയാണ്. നല്ല പക്വതയും നല്ല സ്വഭാവവും, അവരുടെ സംസാരിക്കുമ്പോൾ തന്നെ അറിയാമേ അവരുടെ സ്വഭാവം എന്താന്ന്. നല്ല പയ്യനാ, ഞങ്ങൾക്ക് ഇഷ്ടമായി. ദേവിമോളെ നിനക്കോ? എനിക്ക് ഇഷ്ടമേ, അനുക്ക് ചേരുന്ന പയ്യൻ തന്നെയാണ്, പ്രായം കൊണ്ടും പക്വത കൊണ്ടും ഒക്കെ അനുക്ക് ചേർന്ന പയ്യനാ, പിന്നെ പയ്യന്റെ അച്ഛനും അമ്മയൊക്കെ നല്ല ആൾക്കാരാ എന്ന് പറയണം. എനിക്കും ഒത്തിരി ഇഷ്ടമായി. ബാലേട്ടനോ? എനിക്ക് പൂർണ്ണ ഇഷ്ടമായി. അല്ല നമ്മുടെ ഇഷ്ടമല്ല, അനുവിന്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്. അനു ഒന്നും മിണ്ടുന്നില്ല. അനു പതുക്കെ തല കുമ്പിട്ട് ചെറിയൊരു നാണത്തോടെ നിൽക്കാണ്. മീനാക്ഷി മിത്രയും പറയണ്ട്, അതെ അച്ഛാ അനുവിനോട് ചോദിക്കൊന്നും വേണ്ട കേട്ടോ,
പൂർണ്ണ സമ്മതമാണ്. പയ്യനെ അനുവിന്റെ കയ്യിൽ നമ്പറൊക്കെ കൊടുത്തിട്ടാ പോയത്. ഇന്ന് എന്തായാലും അനുക്ക് കോള് വരുമായിരിക്കും. ആണോ എന്ന് ഗോമതി ചോദിക്കുമ്പോ പിന്നല്ലാതെ ഒന്ന് പോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അനു അകത്തേക്ക് പോവാണ്. ദേവി പറയണ്ട് അവർക്ക് ഇഷ്ടമെന്നാ എനിക്കും തോന്നുന്നത്. ഗോമതി പറയണ്ട് ഹാവോ സമാധാനായി, ഇപ്പഴാണ് മനസ്സിനൊരു ആശ്വാസമായത്. ആനന്ദിനെ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ അവർക്ക്. എന്ത് പറയാനാ, ആനന്ദേട്ടൻ ഇപ്പൊ വീട്ടിലൊക്കെ വന്ന് പാതിരാത്രി അല്ലേ അമ്മേ, ആനന്ദേട്ടനെ ശരിക്കും ഉപദേശിക്കണം. ഇനി ആനന്ദേട്ടന്റെ ദേവിയെടുത്ത കാര്യം വേണം നമുക്ക് നോക്കാൻ. അനുവിന്റെ വിവാഹം കഴിയട്ടെ, കാര്യമായിട്ട് രണ്ടുപേരും പിടിച്ചെത്തി നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്ന് മീനാക്ഷി പറയണം. അങ്ങനെയൊക്കെ ഇപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങൾ ചടപടേ നിങ്ങൾ ചെയ്യാട്ടോ. നമ്മുടെ അനുവിനുള്ള ആഭരണങ്ങളും സ്വർണവും അതുപോലെ തന്നെ സാരിയും എല്ലാം എടുക്കുന്നുണ്ട്. പന്തല് വരെ ഇടുന്നുണ്ട്. അതിന് കല്യാണം 1 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ബാലം പന്തലൊക്കെ ഇടുക കേട്ടോ. അത് ചെയ്യണം ഇത് ചെയ്യണം ആഘോഷമായിട്ട് നടത്തണം എന്നൊക്കെ പറയണം. അങ്ങനെ അനു ആണെങ്കിൽ പയ്യനെ വിളിക്കുന്നുണ്ട്, പയ്യൻ അനുവിനെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര സംസാരമാണ്. അനു ആദ്യമായിട്ടാണ് റിയൽ ആയിട്ടുള്ള ഒരു പ്രണയം മനസ്സിലാക്കുന്നത് കേട്ടോ. അങ്ങനെ അനുക്ക് ആ പയ്യനെ ഭയങ്കര ഇഷ്ടമാട്ടോ. പയ്യനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ രണ്ടുടെ ബന്ധം നശിപ്പിക്കാൻ വേണ്ടി അലോക് അതിന്റെ നടുവിലേക്ക് കയറി ചെല്ലുവാണ്. സുകന്യടുത്ത് പറയുന്നുണ്ട് ആ പയ്യനെ ഞാൻ കാണുന്നുണ്ട്, അവനോട് ഞാൻ പറയും, നടന്നതൊക്കെ ഞാൻ പറയും, ഞാനും മനുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു, പലവട്ടം പല സ്ഥലങ്ങളിൽ ചുറ്റിക്കടന്നിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറയും. സുകന്യ പറയണ്ടേടാ, നീ അങ്ങനെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ദേ ആ ബന്ധം അയാൾ അപ്പൊ തന്നെ ആ ജീവൻ എന്ന് പറഞ്ഞ പയ്യൻ അപ്പൊ തന്നെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നിന്റെ ശവപ്പെട്ടി ഉണ്ടാക്കി വെക്കാൻ കൃഷ്ണമംഗലം കാലത്ത് പറയേണ്ടി വരും. എന്തൊക്കെയാലും കുഴപ്പമില്ല, അനു അവളെ ഞാൻ തന്നെ വിവാഹം കഴിക്കുള്ളൂ, വേറൊരുത്തനും അവളെ വിവാഹം കഴിക്കില്ല. സുകന്യ അടുത്ത് അലോക് ചോദിക്കണ്ടല്ല അവൾക്ക് എങ്ങനെ ആ പയ്യനെ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. സുകന്യ പറയണ്ട് ഇഷ്ടമായോന്നോ, ആ പയ്യനൊന്ന് വന്ന് കണ്ടുപോയേ ഉള്ളൂ. അപ്പൊ തന്നെ ഫോൺ നമ്പർ മാറ്റമായി, അവർ രണ്ടും സംസാരിക്കലായി, മെസ്സേജ് അയക്കലായി. ഇപ്പേ നേരം ഫോണിൽ തന്നെ ആ പെണ്ണു. ഓഹോ, അവൾ അപ്പൊ തന്നെ എന്നെ തേച്ചങ്ങോട്ട് പോയല്ലേ. എടാ നിന്നെ തേച്ചിന് പോയെന്ന് പറയാനായിട്ട് നീ തന്നെയല്ലേ അതെല്ലാത്തിനും കാരണക്കാരൻ. പിന്നെ ഇത് വീട്ടുകാരെല്ലാവരും സമ്മതിച്ചൊരു വിവാഹമാണ്, പയ്യനും കാണാൻ കൊള്ളാലോ. അതുകൊണ്ട് അവളുടെ മനസ്സല്ല ആരുടെ മനസ്സാ മാറാത്തത്. ഞാൻ സമ്മതിക്കില്ല. ആ പയ്യനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അനുവിന്റെയും ആ പയ്യന്റെ വിവാഹം ഞാൻ നടത്തില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ വിവാഹം മുടക്കാൻ വേണ്ടി അലോക് പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. വീട്ടുകാർക്ക് പോയിട്ട് അനു അത്ര നല്ലവളല്ല അങ്ങനെയൊക്കെ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പയ്യന്റെ വീട്ടുകാർ അതൊന്നും കാര്യത്തിൽ എടുക്കുന്നില്ല. ഞങ്ങൾക്കറിയാം പെണ്ണിനെ, ഞങ്ങൾക്ക് പെണ്ണിന് ഇഷ്ടമാണ്. ഇനി ആരൊക്കെ അപവാദങ്ങൾ വന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് വിശ്വസിക്കില്ല എന്ന് പയ്യൻ ഒറ്റ കാര്യം എന്ന് പറയാണ്. പക്ഷെ പയ്യൻ മാറ്റി പറയും. എപ്പോഴാണെന്ന് അറിയാവോ, ഈ വിവാഹം ഇങ്ങനെ അനു മുഹൂർത്ത സമയത്ത് വീട്ടിലുണ്ടാവില്ലല്ലോ. അതിനുശേഷം മനു അലോകിന്റെ കൂടെ വിവാഹം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് ആ പയ്യന് അങ്ങനെ പറയണത്. എനിക്ക് വിവാഹത്തിന് മുമ്പേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ. ഒരുപാട് പേര് ഫോൺ വിളിച്ചവരെ പറഞ്ഞു ഈ അനു എന്ന് പറഞ്ഞ പെണ്ണ് ശരിയല്ലെന്ന്. പക്ഷെ ഞാൻ ഇവിടെ ഒരുപാട് വിശ്വസിച്ചു. എന്നിട്ട് ഇപ്പൊ കാണേണ്ട കാഴ്ചയെ കണ്ടു, വളരെ നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കര വിഷമോ കേട്ടോ. അങ്ങനെ അനുക്കും വിഷമമൊന്നുണ്ട്. കാരണം താൻ ആഗ്രഹിച്ചൊരു പയ്യനാണ്. ആ പയ്യൻ താൻ ആ ഒരു വിവാഹം മുടങ്ങിപ്പോയല്ലോ എന്ന് വെച്ചാൽ അനുക്കും ഭയങ്കര വിഷമമാണ്. അതിന്റെ ഒരു പകയും കൂടിയാണ് അനു പിന്നീട് അലോകിനോട് തീർക്കാൻ വേണ്ടി പോകണേ കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.